ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നും ഞാൻ വന്നിരിക്കുന്നത് ഒരു നല്ല അടിപൊളി ഒരു ചെറുതേനീച്ചയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അതായത് ഈ നമ്മളെ ഈ മീറ്റർ വയ്ക്കുന്ന ബോക്സ് ഉണ്ടല്ലോ, പക്ഷേ ഇവിടെ ഇപ്പോൾ ആൾ താമസമൊന്നുമില്ല. ഇതിന് മുൻപ് ഞാനിവിടെ നിന്ന് ഏകദേശം ഒരു 2-3 പ്രാവശ്യം ഞാനിവിടെ നിന്ന് ഈച്ച എടുത്തിട്ടുണ്ട്. നമ്മൾ ചെറുതേനീച്ച കേട്ടോ. അപ്പോൾ ആ 2 പ്രാവശ്യം എടുക്കുന്ന സമയത്തും ഇവിടെ സപ്ലൈ ഉണ്ടായിരുന്നു, കറണ്ട് ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഒരിക്കൽ എടുക്കുന്ന സമയത്ത് ഇവിടെ സപ്ലൈ എല്ലാം കട്ടാക്കിയതിന് ശേഷമാണ് എടുത്തത് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോഴും ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് 4ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാകത്തില്ല, എങ്കിലും നിങ്ങളൊരു സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇത് പിൻ ചെയ്യാൻ പറ്റും, ഞാൻ പിൻ ചെയ്ത് വയ്ക്കാം. എനിക്ക് വലുതായിട്ട് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല പിൻ ചെയ്ത് വയ്ക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ ചെറുതേനീച്ചയുടെ ആ വീഡിയോസിൽ ആ ലോങ് വീഡിയോസിൽ ഈ ചുവരും ഇതെന്നിങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. ഈ വിദ്യയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു കുഞ്ഞ് കോളനിയാണ് ഇരിക്കുന്നത് കേട്ടോ. ഒരു ചെറിയ കോളനിയാണ്. അതായത് ഞാൻ ഈ കഴിഞ്ഞ ഒരു 3 ആഴ്ചയ്ക്ക് മുൻപ് ഇവിടെ വന്ന് നോക്കുന്ന സമയത്തും അതിലങ്ങനെ ആയിട്ടില്ല. ഈച്ച മറ്റു കാര്യങ്ങളൊന്നുമില്ല. കാര്യം ഞാൻ ഇങ്ങനത്തെ ബോക്സുകളൊക്കെ നമ്മൾ ഇതേപോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എടുത്ത് മാറ്റിയിരുന്നാലും കംപ്ലീറ്റായിട്ട് നമ്മൾ മാറ്റിയിരുന്നാലും കുറേ ദിവസം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു കോളനി വീണ്ടും വന്ന് അതിൽ കയറും. അപ്പോൾ ഇങ്ങനെ പ്രകൃതിയിൽ കുറേ ഈച്ചകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കും കേട്ടോ. എവിടെയെങ്കിലും അവർക്ക് കൂട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഈച്ചയൊക്കെ മുൻപിരുന്ന കൂടും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേ അവർക്ക് വേറെ ഒരു കുഴപ്പമില്ല, അവർ ഡയറക്റ്റായിട്ടൊന്ന് നേരെ കയറും. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെയൊക്കെ പല പ്രാവശ്യം പറഞ്ഞതുപോലെ കുഞ്ഞു കോളനി ഉണ്ടെങ്കിൽ അതിൽ ആക്രമിച്ച് കയറുകയാണ് സാധാരണ പതിവ് ചെറുതേനീച്ചകളുടെ. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഇതിപ്പോൾ 4ാമത്തെ പ്രാവശ്യം ഞാനത് തുറക്കാൻ പോകേണ്ടത്. 2 പ്രാവശ്യം തുറന്നപ്പോഴും കറണ്ട് ഉണ്ടായിരുന്നു. അതിൻ്റേതായിട്ടുള്ള സജ്ജീകരണങ്ങളോടെയാണ് ഞാൻ അന്ന് ഗ്ലൗസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിന്നാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ സപ്ലൈ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം കട്ടാക്കി. ഇത് ആളതാമസമല്ലാത്തൊരു വീടായതുകൊണ്ട് ഞാൻ അതിനൊന്ന് തുറന്ന് കാണിക്കാം. നമുക്കതിനകത്ത് അത്യാവശ്യം നല്ല കോളനി ആയിട്ടുണ്ടെങ്കിൽ നമുക്കെടുത്ത് മാറ്റാം. ഇല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ദിവസം കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി നല്ല സ്ട്രെങ്തുള്ള കോളനി ആകുമ്പോൾ നമുക്ക് പിന്നീട് ഇതിൻ്റെ ബോക്സിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് തുറന്ന് കാണിക്കാം. അപ്പോൾ എന്തായാലും നമുക്കിത് ഈ മീറ്ററിൻ്റെ സ്ക്രൂ ഒക്കെ ഒന്ന് അഴിച്ചു മാറ്റാം കേട്ടോ. അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ ഒന്ന് തുറന്ന് നോക്കാം. പിന്നെ നോക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. കാര്യം ഇതിനകത്ത് ഒരു കുഞ്ഞു കോളനിയാണ്, ഏകദേശം 3 ആഴ്ചക്കകത്ത് വന്ന് കയറിയ ഒരു കുഞ്ഞു കോളനിയാണ് കേട്ടോ. പിന്നെ അതിന് മാത്രമല്ല കേട്ടോ, നമുക്കിതിപ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റും നല്ല സ്ട്രെങ്തുള്ള കോളനിയാണെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ഈച്ചയൊക്കെ കാണും. പക്ഷേ എൻട്രൻസും കാര്യങ്ങളൊന്നും സെറ്റാക്കാത്തത് കൊണ്ടാണ് ഞാൻ കുഞ്ഞു കോളനി എന്ന് വീണ്ടും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കുറച്ച് വീഡിയോസ് കാണിക്കാമേ, നല്ല സ്ട്രെങ്തുള്ള കോളനികളെ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ കേട്ടോ, നമ്മൾ തുറന്നു നോക്കുന്ന സമയത്ത് ഒരു കുഞ്ഞു കോളനി കേട്ടോ. ഇപ്പോൾ പുതിയ മുട്ടയൊക്കെയാണ് നമ്മളെ കാണുന്നത് കേട്ടോ. പുതിയ മുട്ടയൊക്കെ എടുത്ത് ഇങ്ങനെ സെറ്റായി വരുന്നേ ഉള്ളൂ. കുറച്ച് ഈച്ചയും കാര്യങ്ങളും പിന്നെ തേനും അത്യാവശ്യം കുറച്ച് പൂമ്പൊടി മാത്രം ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിത് ഇവിടെ നിന്ന് ഇപ്പോൾ എടുക്കുന്നില്ല. കാര്യം നമുക്കിനി കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ ആ തേനിൻ്റെയൊക്കെ സീസണാണല്ലോ തേൻ എടുക്കുന്നത്. ആ സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് ഇതിനടുത്തൊരു പുതിയ ബോക്സിലേക്ക് മാറ്റാം. അപ്പോഴത്തേക്കും ഇരിക്കുന്ന മുട്ടയൊക്കെ അത്യാവശ്യം വിരിഞ്ഞ് നല്ലപോലെ ഈച്ച ഇതിനകത്ത് സെറ്റാകും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് ഞാൻ കുറച്ച് സ്ട്രെങ്തുള്ള കോളിലൂടെ കാണിച്ചിട്ട് അപ്പോൾ ഞാൻ എന്തായാലും ആ കൂട് അധികം അനക്കാതെ തന്നെ അവിടെ സെറ്റാക്കി വെക്കുന്നുണ്ട്, അടച്ചു വെക്കുന്നുണ്ട്. പിന്നെ ഈ മോൾ ഭാഗത്തായിട്ട് ഇങ്ങനെ റാണി പതുക്കെ ഓടി നടക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ആ കൂട് പഴയതുപോലെ അടച്ച് നമുക്ക് സെറ്റാക്കി വെക്കാം. ഇനി കുറച്ച് സ്ട്രെങ്തുള്ള കോളിനെ ഞാൻ കാണിച്ചു തരാമേ. അതായത് രാവിലെ തേനും പൂമ്പൊടിക്കൊക്കെ പോയിട്ട് വരുന്നത് നമ്മുടെ ഈച്ചകളാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സ്ട്രെങ്തുള്ള, പിന്നെ ഞാൻ പറയുന്നത് നമ്മൾ പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണേ. അതായത് സ്ട്രെങ്തുള്ള കോളിനുള്ള ഈച്ചയാണ് കേട്ടോ ഇത്. അപ്പോൾ സ്ട്രെങ്ത് ഇല്ലാത്ത കോളിനാണെങ്കിൽ ഈച്ച വളരെ കുറവായിരിക്കും. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈച്ച നമ്മളെ ഈ കൂട്ടിനകത്ത് നന്നായിട്ട് വളർന്ന് വരുന്നതിനനുസരിച്ചിട്ട് അവരുടെ എൻട്രൻസിൻ്റെ ഭാഗമുള്ള ആ ഭാഗങ്ങളൊക്കെ ഒത്തിരി ഇങ്ങനെ നീണ്ട് ഇങ്ങനെ വരും കേട്ടോ. അവർ നീട്ടി വയ്ക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് അടുത്ത് നമുക്ക് വീണ്ടും കാണാം.